നല്ല പടമാണ്, സൂപ്പർ പടം. എന്താ പറയുക, മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ പുള്ളി എനിക്ക് കുറേ നാൾ തെറി വിളിക്കത്തില്ലായിരുന്നു, അത്രയും നന്നായിട്ടുണ്ട്. ശരിക്കും നന്നായി, നല്ല അഭിനയമായിരുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിക്കുകയാണ് ആ കഥാപാത്രമായിട്ട്. സെക്കൻഡ് ഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാതെയാണ് പോയി കണ്ടത്. അപ്പോൾ സിനിമ കിട്ടില്ല. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഒരു അവാർഡ് കൂടി പ്രതീക്ഷിക്കുക, അത്രയും സൂപ്പറായി. ഞാൻ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മളെ മുണ്ട് മടക്കി ലാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടം. കണ്ടു നോക്കും, പറഞ്ഞ സ്പോയിലേഴ്സ് ആയിപ്പോ. നന്നായിരുന്നു. അല്ല, നമുക്ക് അവസാനം വരെ നമുക്ക് അവിടെ പിടിച്ചു 3-4 വട്ടം ഇനി കാണാം, അത്രയ്ക്കും കിട്ടില്ല പടം. നല്ല പടമാണ്, സൂപ്പർ പടം. ഫാമിലി സെൻറ്ററിൻ്റെ ദൃശ്യത്തിൻ്റെ വേറെ ഒരു ഭാഗം, പക്ഷേ പടം കൊള്ളാം, നല്ല പടം. സൂപ്പർ ഫിലിം, നന്നായിട്ടുണ്ട്. എന്താ പറയുക, മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ പുള്ളി എനിക്ക് കുറേ നാൾ തെറി വിളിക്കത്തില്ലായിരുന്നു, അത്രയും നന്നായിട്ടുണ്ട്. മേക്കിങ് കൊള്ളാം. ഓഫീസറായിട്ട് അഭിനയിച്ച ആളും നല്ലതാണ്. പുള്ളിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ആയാലും ആ ഒരു പാട്ട് കുറച്ചുകൂടെ നേരത്തെ ഹിറ്റായല്ലോ അത്. പിന്നെ അവരെ കോംബോ എല്ലാം നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി ഇതാണ്, എന്നാൽ അതിനകത്ത് വലിയൊരു ത്രില്ലറുണ്ട്, പ്രതീക്ഷിക്കാത്തൊരു. ഞാൻ ഒന്നും വിചാരിക്കാതെയാണ് പോയി കണ്ടത്. അപ്പോൾ സിനിമ കിട്ടില്ല. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ വേറെ ഒരു പറയണ കഥ ഫുള്ള് പറയട്ടെ. ലാലേട്ടൻ സൂപ്പറായിരുന്നു, ഭയങ്കര രോമാഞ്ചമല്ലായിരുന്നു. നല്ല പടം, പോയി കാണുക, എല്ലാവരും പോയി കാണാൻ പറ. ഒന്നുമില്ല, രക്ഷയില്ലാത്ത പടത്തിൽ കാണുക, കഥയൊന്നുമില്ല, പോയി കാണുക. അടിപൊളി പടം, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ കൊള്ളായിരുന്നു, എമ്പുരാനെക്കാളും കൊള്ളായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പടമാണ്. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? രോമാഞ്ചമാണോ പടം? ഇഷ്ടപ്പെട്ട ലാലേട്ടൻ തന്നെയാണ്. പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മളെ മുണ്ട് മടക്കി ലാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടം. കണ്ടു നോക്കും, പറഞ്ഞ സ്പോയിലേഴ്സ് ആയിപ്പോ. നല്ലൊരു ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞതിനെ പോയി കണ്ടു നോക്ക്. ഇറങ്ങുമ്പം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഭയങ്കര ഹാപ്പിയാണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. പഴയ ലാലേട്ടനാണ് തിരിച്ചു കിട്ടിയത്. ലൂസിഫറിന് ശേഷം ഇത്രയും ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നത് ഈ സിനിമ കണ്ടിട്ടാണ്. എങ്ങനെയുണ്ട് കോമഡിയൊക്കെ? കോമഡി ഒന്നും അല്ല, മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കിടില. നമ്മൾ വിൻറ്റേജ് ലാലേട്ടനാണ്. പഴയ ലാലേട്ടൻ എന്താണോ അതാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷെ പറഞ്ഞ സ്പോയിലേഴ്സ് ആയിപ്പോൾ, അതുകൊണ്ട് എല്ലാവരും പോയി കണ്ടു നോക്ക്. കിടിലം പടം. പാടായിരിക്കും. കുറച്ചൊക്കെ ബ്രേക്കൊക്കെ, ഇനി കുറച്ച് ബ്രേക്കൊക്കെ എല്ലാം പൊളിക്കും. റെക്കോർഡൊക്കെ കുറച്ച് പൊളിയാണ്ട് ഇനി. അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഒരു അവാർഡ് കൂടി പ്രതീക്ഷിക്കുക, അത്രയും സൂപ്പറായി. നമ്മൾ കാത്തിരുന്ന മോഹൻലാലിൻ്റെ പടം കണ്ടു. അത് നമ്മൾ കാണാൻ വേണം. ത്രില്ലിംഗ് ആണ്. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ത്രില്ലിംഗ്. മോഹൻലാലിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കിരീടത്തിലൊക്കെ കണ്ട അതുമല്ല അതിൽ മേലെ ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ അതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നന്നായി, നല്ല അഭിനയമായിരുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിക്കുകയാണ് ആ കഥാപാത്രമായിട്ട്. സെക്കൻഡ് ഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഗംഭീരം. മോഹൻലാലിൻ്റെ ആ നല്ല അഭിനയത്തിൻ്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ, തന്മാത്ര, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നുണ്ട്. പത്രത്തിൽ പിന്നെ ചിലർ വിചാരിക്കും ഈ തുടരുമെന്ന് കേൾക്കുമ്പോൾ നമ്മളെ സത്യനന്ദിക്കാടിൻ്റെയൊക്കെ ഒരു ഫിലിം പോലെയൊക്കെ തോന്നും. ആ രീതിയിൽ വരുന്നവരെ സംബന്ധിച്ച് അതൊന്നും കുറച്ചുകൂടെ അത്തരത്തിലുള്ളൊരു കഥയല്ല, കുറച്ചുകൂടെ മേളിലേക്ക് പോയി ഉള്ളൊരു കഥയാണ്. നല്ല ഗംഭീരമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു നല്ല ഗംഭീരമായൊരു തിരിച്ചുവരവ്. എമ്പുരാൻ പോലെയുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മോഹൻലാൽ വീണ്ടും പഴയ ആ കഥാപാത്രങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ മോഹൻലാലിനെ കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. വൃത്യമാണ്, പക്ഷേ എന്നാലും കൊള്ളാം. മേക്കിംഗ് എല്ലാം കൊള്ളാം. തരുമൂർത്തി നല്ല വൃത്തിയാണ് മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ നാൾ പെർഫോമൻസ് കൊള്ളാം. കുറേ നാൾക്ക് ശേഷം മോഹൻലാൽ ഇങ്ങനെ വരണം. കുറേ നാൾക്ക് ശേഷം ഇങ്ങനത്തെ മോഹൻലാലിനെ കാണണം. അല്ലെങ്കിൽ പഴയ സ്ഥിരം നല്ലൊരു രീതി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും കൊള്ളാം. സ്റ്റോറിയെ കുറിച്ച് പ്രൊഡക്റ്റബിളാണ്, എന്നാലും നമുക്ക് ആ മേക്കിംഗ് വൈസ് എല്ലാം കണ്ടങ്ങിരുന്ന് പോകും. കൊള്ളാം, നന്നായിരുന്നു. അല്ല, നമുക്ക് അവസാനം വരെ നമുക്ക് അവിടെ പിടിച്ചിരുന്ന് കാണാനുള്ള ഒരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ മറ്റേ ഫാമിലി മൂവിങ് ആയിട്ട് വന്നെങ്കിൽ ലാസ്റ്റ് ഒരു ത്രില്ലറായിട്ട് വന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ശോഭനയുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പം കാണാൻ സന്തോഷമായിരുന്നു. ഒന്നും പറയില്ല, കട്ട സാറ്റിസ്ഫാക്ഷൻ. കിടിലം പടം, ഒന്നും പറയാം. സൂപ്പർ. കാത്തിരുന്ന നമ്മൾ മോഹൻലാൽ ഒരിടത്തും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. ഒന്നും പറയില്ല, അത് എന്ത് പറയാം, അങ്ങനെയൊന്നും പറയാനില്ല. കൊള്ളാം, അത്ര തന്നെ. സൂപ്പർ പടം, ഒന്നും പറയില്ല. എല്ലാവരും പോയി കണ്ടു. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. എല്ലാം കിടിലം, ഒന്നും പറയാനില്ല. എല്ലാം സൂപ്പറാണ്. ഞാൻ എന്തായാലും ചിലപ്പോൾ 3-4 വട്ടം ഇനി കാണാം, അത്രയ്ക്കും കിടിലം പടം. ഒന്നും പറയില്ല, അത്ര